ഒരു ഫുൾ വീഡിയോ അല്ല കേട്ടോ, ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു മുമ്പ്. ഓക്കെ, അപ്പോൾ ഇന്ന് ശരിക്കും നടന്നത് എന്താണെന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ഞാൻ എന്താണോ ആ ഷോർട്ട് വീഡിയോയിൽ ഇട്ടത്, ആ ഒരു ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞ എക്സാക്റ്റ് കാര്യമാണ് ഇന്ന് ഇവിടെ നടന്നിട്ടുള്ളത്. പക്ഷേ എനിക്ക് SL അടിച്ചു. ഞാൻ വലിയ ടൈം ഫ്രെയിമിലാണ് ട്രേഡ് എടുത്തത്. ഓക്കെ, അതുകൊണ്ടാണ് കേട്ടോ SL അടിച്ചത്. കാരണം ഇവിടുത്തെ ഓവറോൾ ലിക്വിഡിറ്റി എടുത്തപ്പോൾ ഈ ഒരു ക്യാൻഡിൽ ഈ ഒരു ഏരിയ ഒക്കെ കട്ട് ചെയ്തപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു എൻട്രി എടുത്തു. എനിക്കൊരു 15 പോയിൻ്റ് ആണ് ഇവിടുന്ന് കളക്ട് ചെയ്യാൻ പറ്റിയത്. പക്ഷേ അത് ഫുള്ളി ഞാൻ കളക്ട് ചെയ്യാനോ SL ട്രയൽ ചെയ്യാനോ നിന്നില്ല. ഞാൻ എൻ്റെ മൈൻഡിൽ ഇവിടുത്തെ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് എടുക്കാൻ വരും എന്നുള്ള മൈൻഡിലായിരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് SLലേക്ക് വരുന്നപ്പോഴാണ് ഞാൻ ഷിഫ്റ്റ് ചെയ്ത് 15ലേക്ക് ഷിഫ്റ്റ് ചെയ്ത് നോക്കിയത്. അപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്, ഇവിടെ ശരിക്കും ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ജസ്റ്റ് ബ്രീഫായിട്ട് പറഞ്ഞുതരാം. മാർക്കറ്റ് നല്ല രീതിയിലൊന്ന് ഫോളോ ആയി അല്ലേ, അവിടെ നിന്ന് ഒരു ഹൈ ഉണ്ടാക്കി. അപ്പോൾ ഈ ഒരു ഏരിയയിൽ വന്നിട്ട് എന്ത് ചെയ്തു, സപ്പോർട്ട് എടുത്തു അല്ലേ. എന്നിട്ട് അവിടെ നിന്ന് മാർക്കറ്റ് കുറച്ചുകൂടി താഴേക്ക് വന്നു, വീണ്ടും എന്ത് ചെയ്തു, ഈ ഹൈയിനെ വന്ന് കട്ട് ചെയ്തിട്ട് താഴേക്ക് വന്നു. അപ്പോൾ ഇതെന്തായി മാറി, ഓർഡർ ബ്ലോക്ക് ആയിട്ട് മാറിയിട്ടാ. ഓക്കെ, അതുപോലെ തന്നെ ഓർഡർ ബ്ലോക്ക് വാലിഡ് ആവണമെങ്കിൽ എന്തൊക്കെ വേണം, നല്ലൊരു കറക്റ്റീവ് മൂവ് വേണം. കറക്റ്റീവ് മൂവ് എന്ന് പറയുന്നത് താഴേക്ക് വരുന്നതിനെ, മുകളിലേക്ക് പോകുന്നതിനെ ഇമ്പൾസീവ് മൂവ്, അതായത് ഈ ഒരു മൂവ്മെൻറ്റിനൊക്കെ ഇമ്പൾസീവ് മൂവ് എന്ന് പറയും കേട്ടോ. ഓക്കെ, അപ്പോൾ താഴേക്ക് വന്നു അല്ലേ, അപ്പോൾ അത് കറക്റ്റീവ് മൂവ് ആണ്. അതുപോലെ തന്നെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വേണം. ഇവിടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ട്. പിന്നെ ഇന്നത്തെ ദിവസത്തെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഇവിടെ ഉണ്ട് അല്ലേ. അപ്പോൾ ഓവറോൾ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ എന്തുണ്ട്, ഇംബാലൻസ് ഉണ്ട്. ഓക്കെ, കാണാലോ, ഇംബാലൻസ് ഉണ്ട് അല്ലേ. പിന്നെ ഇതൊക്കെ എന്താണ്, ഇൻഡ്യൂസ്മെൻ്റ് ആണ്. ഇതൊരു ട്രെൻഡ് വൈസ് ആണ് വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഈ ഒരു ട്രെൻഡ് കണ്ടപ്പോഴാണ് ശരിക്കും ഞാൻ മുകളിലേക്കുള്ള എൻട്രി എടുത്തത്. അതാണ് എനിക്ക് പറ്റിയ അബദ്ധം. ഈ ഒരു ഫോർമേഷൻ ഞാൻ ചെറിയ ടൈം ഫ്രെയിം, വലിയ ടൈം ഫ്രെയിമിൽ ഇടുമ്പോൾ നമ്മളെ മൈൻഡിൽ മുകളിലേക്ക് പോകുന്നല്ലേ. ചെറിയ ടൈം ഫ്രെയിമിലാണ് ഈ ഇത് കാണിച്ചത്, മീൻസ് 15 മിനിറ്റിൽ. അപ്പോൾ മാർക്കറ്റ് ഈ ഒരു ഓർഡർ ബ്ലോക്ക് എടുത്തിട്ട്, അതായത് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫുൾഫിൽ ചെയ്ത് ഓർഡർ ബ്ലോക്ക് എടുത്തിട്ട്, ഞാൻ മുമ്പ് ആ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ബോഡിയുടെ ഉള്ളിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതായത് ഈ ഒരു സോണിൻ്റെ ഉള്ളിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതിനുശേഷമാണ് മാർക്കറ്റ് നേരെ ഇതിൻ്റെ അടിയിലുള്ള ലിക്വിഡിറ്റി എടുക്കാൻ താഴേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റേഞ്ച് SL അടിച്ച് ഈ ഒരു റേഞ്ച് എത്തിയപ്പോൾ 116 എന്നുള്ള ആ ഒരു പ്രീമിയം ലെവലിൽ നിന്ന് എൻട്രി എടുക്കാമെന്ന് പറഞ്ഞു, ക്ലോസിങ് കിട്ടുകയാണെങ്കിൽ. അപ്പോൾ അതൊരു 114-15 ആ റേഞ്ചിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അവിടെ നിന്ന് എൻട്രി എടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തോരം പോകുന്നുള്ളതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സാക്റ്റ് അതേപോലെ 30 പോയിൻ്റ് ഫസ്റ്റ് പോയി, പിന്നെ അതിന് ശേഷം 170 എന്നുള്ള ടാർഗറ്റിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. എത്ര പേര് കറക്റ്റ് എടുത്തു എന്ന് എനിക്കറിയില്ല. പക്ഷേ ചില ആൾക്കാർ എടുത്തതിൽ സ്ക്രീൻഷോട്ട് അയച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്കൊരു ട്രേഡ് കിട്ടിയതാണ്, ഒരു ബുള്ളിഷ് ട്രേഡ്, മീൻസ് കോൾ സൈഡിലേക്ക്. ഇവിടുന്ന് ഒരു എൻട്രി, ഇവിടുന്ന് മാർക്കറ്റിൽ മൂവ് ചെയ്ത് ഈ ഒരു ഏരിയയിലെത്തിയപ്പോൾ നമ്മളൊരു കൺഫർമേഷൻ പ്രകാരം ഇവിടുന്ന് എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഒരു 15 പോയിൻ്റ് ആണ് എനിക്ക് ഇവിടുന്ന് കളക്ട് ചെയ്യാൻ പറ്റിയത്. അത് കറക്റ്റ് കിട്ടി എനിക്ക്. ഓക്കെ, അതിന് ശേഷം ഞാൻ ഇവിടെ നിന്ന് കുറച്ചും കൂടി ഒരു ട്രേഡ് ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടിയിട്ട്, സ്റ്റുഡൻസ് എടുക്കാൻ വേണ്ടിയിട്ട്. അത് കുറച്ചും കൂടി അങ്ങോട്ട് പോയി ഇവിടെ നിന്ന് വന്നിട്ട് ഒറ്റ SL അടിക്കലാണ് ചെയ്തത്. ഓക്കെ, അത് ഒന്നാമത് മൈൻഡൊന്ന് ഇത്തിരി പ്രശ്നമായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നല്ല SL അടിച്ചു. എനിക്കതിലൊരു 5000 റുപ്പീസോളം ലോസ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ലോസ് വരണതിൽ എനിക്ക് പേടിൻ്റെ വിഷമം ഉണ്ടോ എന്ന് വെച്ചാൽ അങ്ങനെ ഒന്നുമില്ല. അത് എൻ്റെ മിസ്റ്റേക്കാണ്. ഞാൻ 3 ട്രേഡ് ഒന്നും എടുത്തു. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ 4 ട്രേഡ് എടുത്തു. മോർണിംഗത്തെ ട്രേഡ്, പിന്നെ 2 ട്രേഡ് പ്രോഫിറ്റ്, 2 ട്രേഡ് ലോസാണ്. ഓവറോൾ നോക്കുകയാണെങ്കിൽ നല്ല ലോസാണ്. ഇതിൽ ഞാൻ ക്വാണ്ടിറ്റി ഇത്തിരി കൂടുതൽ എടുത്തിരുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ SL അടിച്ച വഴിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതിൽ വെച്ചാൽ ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ഒരു ഫാസ്റ്റ് മൂവ്മെൻറ്റ് ഇങ്ങോട്ട് കിട്ടി കഴിഞ്ഞാൽ ഇറങ്ങാനുള്ള ഒരു മൈൻഡിലായിരുന്നു. കാരണം ടൈം ഏതാണ്ടൊക്കെ 2 മണിയുടെ അടുത്തിട്ടുണ്ടല്ലോ, 2 മണി 2:30 ആയിട്ടുണ്ടായിരുന്നു ആ എൻട്രി എടുക്കുമ്പോൾ. അതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് ലോസ് ആയതിൻ്റെ റീസണാണ് ഈ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓടി വന്നു കഴിഞ്ഞാൽ പൈസ ഉണ്ടാക്കാൻ പറ്റില്ല. നമ്മുടെ മൈൻഡും കൂടി കണക്റ്റ് ആവണതിൽ. ഓക്കെ, നമുക്ക് ഫാമിലിയിലോ അല്ലെങ്കിൽ പേഴ്സണലോ വല്ല പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ഇതിന് ബാധിക്കും. ഓക്കെ, നമുക്ക് കറക്റ്റ് കോൺസെൻട്രേഷൻ കിട്ടില്ല. ഇപ്പോൾ എൻ്റെ ഒരു കേസ് പറഞ്ഞാൽ, മോർണിംഗിൽ ഈ ഒരു കാര്യം എനിക്ക് കണ്ടെത്താൻ പറ്റിയില്ല. ഇത് മൈൻഡിൽ ഉണ്ടായില്ല, ഇത് ഓടിയില്ല. അതെൻ്റെ പേഴ്സണൽ പ്രശ്നമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക എപ്പോഴും. നമ്മൾ ഒറ്റ കാര്യം പറയാനുള്ളൂ, ട്രേഡ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ട്രേഡിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ഫുള്ളി ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കുക. എല്ലാ ടൈം ഫ്രെയിമും ഷിഫ്റ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇത് താഴേക്ക് വരാനുള്ള റീസൺ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഞാൻ വാട്സപ്പ് കമ്മ്യൂണിറ്റി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, മോർണിംഗ് ഇവിടുന്ന് എൻട്രി എടുത്തോളം പറഞ്ഞിട്ട് ഞാനത് വലിയ ടൈം ഫ്രെയിമിലേക്കാണ് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഇതിൽ പറയുന്നുണ്ട് 15 മിനിറ്റ് ക്യാൻഡിലൊക്കെ ക്ലോസ് ചെയ്ത ട്രേഡ് എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് 99 മുകളിൽ വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഒരു 15 പോയിൻ്റൊക്കെ മൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു 107 മുകളിൽ ക്ലോസിൽ കിട്ടിയാലേ രക്ഷയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നേരെ താഴേക്കാണ് വന്നിട്ടുള്ളത്.
ശേഷം 25,900 പുട്ട് 116 മുകളിൽ ക്ലോസിങ് ഇട്ടാൽ എടുത്ത് നോക്കാമെന്ന് പറഞ്ഞ് 30 പോയിൻറ്റ് മാത്രം എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 30 പോയിൻറ്റ് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 170ലേക്ക് പോകാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ആ 170ലേക്ക് മാർക്കറ്റ് പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സ്റ്റുഡൻസിന് ഒന്നുകൂടി പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു എൻട്രി എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇത് ആ ബുള്ളിഷ് എൻട്രി ആണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല രീതിയിൽ ടാർഗറ്റ് ഹിറ്റായിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഈ ഒരു റേഞ്ച് എത്തിയപ്പോൾ ഒരു റിവേഴ്സൽ കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എക്സിറ്റ് അടിക്കാം, അതാണ് ഏറ്റവും നല്ലതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പ്രീമിയം ഡി കെ നടക്കുന്നതുകൊണ്ട് എക്സിറ്റ് അടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്റ്റുഡൻസിന് പ്രോഫിറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ എൻട്രി ആണ് നമ്മൾ എടുത്തിട്ട് നമുക്ക് ലോസ് ആയത്. ഓക്കെ, അത് പറഞ്ഞിട്ട് കാര്യമില്ല, ലോസായി. അപ്പോൾ ഇന്ന് നടന്ന സംഭവം ഇതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളതിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മളത് അംഗീകരിച്ച് കൊടുക്കണമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാവരോടും സോറി പറഞ്ഞു. ഒരു ആറ്റിറ്റ്യൂഡാണ് ഇത്. അപ്പോൾ ഇതെല്ലാവർക്കും ഇങ്ങനെ ഉണ്ടാവണമെന്നൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്ന് നടന്ന സംഭവം. നെക്സ്റ്റ് ഒരു വീഡിയോ കാണാം. താങ്ക്സ് ഫോർ